പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Canon G3730 എന്ന പ്രിൻ്ററിൻ്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം Canon സപ്പോർട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ ആദ്യം കാണുന്ന സൈറ്റ് തന്നെ Canon ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സൈറ്റ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ അവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ പ്രിൻ്ററിൻ്റെ മോഡൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് താഴെ ഇതേപോലെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നതാണ്. അവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ള നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇവിടെ താഴെ കാണുന്ന ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിനക്സിൻ്റെ വെർഷനും വിൻഡോസിൻ്റെ വെർഷനും മാക്കിൻ്റെ വെർഷൻസും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ വിൻഡോസ് 10 64 ബിറ്റിൻ്റെ ആണ് പരിചയപ്പെടുത്തി തരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. വിൻഡോസ് 10നും വിൻഡോസ് 11നും സെയിം സോഫ്റ്റ്വെയർ സെയിം മെത്തേഡ് തന്നെ ഇൻസ്റ്റാളേഷൻ മെത്തേഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ലിസ്റ്റ് ചെയ്തതിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഫയലോ കാണാനുള്ളൂ. അപ്പോൾ ആ ഒരു ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ആ പേരിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് എക്സ്ട്രാക്ട് ചെയ്താണ് ഇൻസ്റ്റാളർ ഓപ്പൺ ആയി വരുന്നതാണ്. താഴെ നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ താഴെ ഏഷ്യ എന്നുള്ള സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്ന് വീണ്ടും കൊടുക്കുക. ഇവിടെ യെസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോർഷൻ എത്തുന്ന സമയത്താണ് നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ USB കേബിൾ കണക്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആൾറെഡി USB കേബിൾ കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേരും സീരിയൽ നമ്പറും എല്ലാം കാണിക്കുന്നതാണ്. ജസ്റ്റ് അത് സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതേപോലെ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ വേർഡിന്നോ എക്സലിനോ PDF എന്നോ എവിടെ നിന്ന് വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.